Okay, so last class clear ആണല്ലോ, audible അല്ലേ? Okay. So last class നമ്മൾ sinusoidal waveformന്റെ representation പറഞ്ഞു, then peak to peak value, then RMS value. Okay. So ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, RMS value of an alternating waveform. So what is RMS value? RMS value is the steady state value equivalent of an alternating waveform which could also develop same amount of heat as given by the original waveform when passed through a certain resistance for a certain time. Okay. So അതായത് നമ്മൾ ഒരു ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എ സിക്ക് ഇക്വലന്റ് ആയിട്ടുള്ളൊരു ഡി സി വാല്യൂ ആണ്. ഓക്കെ. അപ്പോൾ ഈ എ സി ക്വാണ്ടിറ്റി ഒരു സർക്യൂട്ടിലൂടെ, ഒരു റെസിസ്റ്ററിലൂടെ ഒരു പെർട്ടിക്കുലർ ടൈം എ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സെയിം ഹീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് ഡി സി വാല്യൂ അപ്ലൈ ചെയ്യണം. ഓക്കെ. സോ അതാണ് ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആർ എം എസ് വാല്യൂ ഇസ് ദി സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ഓഫ് എ ടൈം വേരിയിങ് വേവ് ഫോം which could also develop same amount of heat as given by the original wave when passed through a certain resistance for a certain time. Okay. So mathematics നമ്മൾ ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വി ആർ എം എസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/t ഇന്റഗ്രൽ 0 to t v of t square dt. Okay. So root mean square, ഇത് അങ്ങനെ ആലോചിച്ചാൽ മതി. ആർ എം എസ് മീൻ റൂട്ട് മീൻ സ്ക്വയർ, ദാറ്റ് ഈസ് സ്ക്വയർഡ് മീൻ റൂട്ട്. അതായത് നമ്മുടെ വേവ് ഫോമിന്റെ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദി സ്ക്വയർ, then you have to take its mean, then its root. Okay. So here t means time period. Okay. Wave formന്റെ time period ആണ് t വരുന്നത്. Then integral 0 to t v of t, you have to write the equation of the given waveform, then v of t square means ആ waveformന്റെ equation എഴുതുക, അതിന്റെ സ്ക്വയർ ചെയ്യാം. Okay. So ഇതാണ് ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. So we have already calculated the RMS value of sinusoidal waveform. Okay. RMS value സൈൻ വേവ്. സോ ഇവിടെ നിങ്ങൾ വേവ് ഫോം എഴുതുമ്പോൾ ചെറിയൊരു കറക്ഷൻ ചെയ്യേണ്ടത്, ഇവിടെ ടി ആയിരുന്നു, അപ്പോൾ ഇവിടെ ഒമേഗ ടി എഴുതണം. ഓക്കെ. സോ ഒമേഗ യു ഹാവ് ടു റൈറ്റ് ഒമേഗ ടി. ഓക്കെ. സോ ഇവിടെ എക്സ് ആക്സിസ് തന്നിരിക്കുന്നത് ഒമേഗ ടി തീറ്റയിലാണ്, 0π 2π ആൻഡ് മാക്സിമം വാല്യൂസ് ഗിവൺ ആസ്, ഇവിടുത്തെ മാക്സിമം വാല്യൂ ആണ് വി എം. ഓക്കെ. സോ ക്വസ്റ്റ്യനിൽ സംടൈംസ് യു വിൽ ബി ആസ്ക് ഫൈൻഡ് ദി ആർ എം എസ് വാല്യൂ ഓഫ് സൈൻ വേവ്. ജസ്റ്റ് നിങ്ങൾക്ക് വേവ് ഫോം തരില്ല, സോ ഫൈൻഡ് ദി ആർ എം എസ് വാല്യൂ ഓഫ് സൈൻ വേവ് തരും. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് വേവ് ഫോം തന്നിട്ട് ആ വേവ് ഫോമിന്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും മാക്സിമം വാല്യൂ എത്രയാണെന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ. സോ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേവ് ഫോം എങ്കിൽ, സോ ഇതെന്താണ്, ചില കേസിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ടൈം പീരീഡ് മീൻസ് റിപ്പീറ്റ് ചെയ്യുന്ന എത്ര ടൈമിനുള്ളിലാണോ അത് റിപ്പീറ്റ് ചെയ്യുന്നത്, അതാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് റിപ്പീറ്റിംഗ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് വേവ് ഫോം വരുന്നത്. സോ ഈ റിപ്പീറ്റേഷൻ വരുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേവ് ഫോം തന്നു കഴിഞ്ഞാലും അതിൽ നോക്കുക എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ. സോ ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അത് റിപ്പീറ്റേഷൻ അല്ല. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അഗെയിൻ അതേ വേവ് ഫോം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ. സോ ഇത്രയും ഈ ഒരു ടൈം എത്രയാണോ അതിനെയാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ടൈം പീരീഡ് ഈക്വൽ ടു 2π ആണ്. ഓക്കെ. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ ഇക്വേഷൻ എഴുതാം. ഇത് സൈൻ വേവ് ആണ്. സോ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇതിന്റെ തന്നിരിക്കുന്ന വേവ് ഫോമിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇക്വേഷൻ തരില്ല. ദെൻ യു ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ വി ഓഫ് ടി ഈക്വൽ ടു Vm sin omega t, and from the given waveform you have to find the time period. Here time period is 2π. Okay. If the waveform is not given, you have to draw a waveform, and you know for sine wave time period is 2π. Okay. So time period you have to mark 2π and v of t equal to Vm sin omega t. Okay. Then you have to substitute in RMS value equation. That is RMS equation, V RMS equal to, ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ. V RMS equal to
ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. സോ ഏത് വേവ് ഫോം തന്നു കഴിഞ്ഞാലും ഈ ഒരു ജനറൽ ഇക്വേഷൻ എഴുതുക, then ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ വി ആർ എം എസ് ഈക്വൽ ടു √1/t ഇന്റഗ്രൽ 0 to t v of t square dt. ഓക്കെ, ആൻഡ് ടൈം പീരീഡ് നമുക്ക് എത്ര കിട്ടി? ഫ്രം ദി ഗിവൺ വേവ് ഫോം ടൈം പീരീഡ് ഈക്വൽ ടു 2π കിട്ടി. സോ ഇവിടെ ടിക്ക് പകരം 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഇന്റഗ്രൽ 0 to t, അതായത് ഇന്റഗ്രലിന്റെ ലോവർ ലിമിറ്റ് എപ്പോഴും 0 ആണ് ആൻഡ് അപ്പർ ലിമിറ്റ് time period capital T. Okay, so 0 to 2π, then equation of v of t is vm sin omega t ആണ്. So but ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷനിൽ എന്താണ്? v of t സ്ക്വയർ ആണ്. ഓക്കെ, സോ v of t ക്ക് പകരം എഴുതുക vm sin omega t എഴുതിയിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക. ഓക്കെ, vm sin omega t ഹോൾ സ്ക്വയർ. സോ vm sin omega t ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. സോ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹിയർ ഇക്വേഷൻ ഈസ് v of t dt. ഓക്കെ, v of t സ്ക്വയർ ഡി ടി, അതായത് ഇവിടെ ഏത് വേരിയബിൾ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൈൻ വേവ് ഫോം തന്നിട്ട് ആ സൈൻ വേവ് ഫോമിന്റെ അകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേരിയബിൾ ഇഫ് ഇറ്റ് ഈസ് തീറ്റ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു ഇവിടെ വേരിയബിള് എക്സ് ആക്സിൽ വേരിയബിൾ തീറ്റ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? ഇവിടെ വി എം സൈൻ ഒമേഗ ടിക്ക് പകരം വി എം സൈൻ തീറ്റ എന്ന് എഴുതും. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഒമേഗ ടി അല്ല, ഡി ഒമേഗ ടിക്ക് പകരം ഡി തീറ്റ. ഓക്കെ, അതായത് ഇത് ഏതിലാണോ വേവ് ഫോം ഏത് ഫംഗ്ഷനിലാണോ എഴുതുന്നത് അതേ വേരിയബിൾ വേണം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ വി ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് എഴുതിയ ഇവിടെ നമ്മൾ വേരിയബിൾ ഒമേഗ ടി എടുത്തത് കൊണ്ടാണ് ഡി ഒമേഗ ടി ഇന്റഗ്രേഷന്റെ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ദെൻ ഇവിടെ ഇന്റഗ്രേഷന്റെ അകത്ത് വേരിയബിൾ ഡി ഒമേഗ ടി ആണ് വേരിയബിൾ. സോ കോൺസ്റ്റന്റ് യു ഹാവ് ടു ടേക്ക് വി എം സ്ക്വയർ ഔട്ട്സൈഡ്. സോ വി എം സ്ക്വയർ ബൈ 2π ഇന്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, വി എം സ്ക്വയർ ബൈ 2π കോൺസ്റ്റന്റ് ആണ്, അത് അവിടെ തന്നെ വെക്കുക. ദെൻ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. ടു ഫൈൻഡ് ദി ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി യു ഹാവ് ടു convert sin square function in terms of cos function. ഓക്കെ, സോ ഇത് ഐഡന്റിറ്റി ആണ്, നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്ന ഐഡന്റിറ്റി ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക പ്രത്യേകം. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ട്രിഗ്നോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ആണ്. സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. സോ ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് പകരം എന്ത് ചെയ്യുക? 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വി എം സ്ക്വയർ ബൈ 2π കോൺസ്റ്റന്റ്. സോ ഇനി ഇവിടെ എന്താണ്? 2 കോൺസ്റ്റന്റ് ആണ്. സോ 2 ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. സോ വി എം സ്ക്വയർ ബൈ 4π ഇന്റഗ്രൽ 0 to 2π 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡി ഒമേഗ ടി വരും. ഓക്കെ, സോ വി എം സ്ക്വയർ ബൈ 4π വന്നു, ഇന്റഗ്രൽ 0 to 2π 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡി ഒമേഗ ടി. ഇനി ഇവിടെ രണ്ട് ടേം ഉണ്ട് ഇന്റഗ്രേഷൻ്റെ അകത്ത്, രണ്ട് ടേമും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ വി എം സ്ക്വയർ ബൈ റൂട്ട് ഇടാൻ മറക്കരുത്, റൂട്ട് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് റൂട്ട് എടുക്കുന്നത്. ഓക്കെ, സോ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 4π then 1 into d omega t. So here you have two terms, 1 into d omega t and then you have to integrate cos 2 omega t. Okay, so integral dx equal to എന്താണ്? Integral dx mean then dx ന്റെ integral x ആണ്. Okay, so similarly here you have integral 1 into d omega t. അതായത് ഇവിടെ രണ്ട് ടേം വരുന്നുണ്ട്. ഫസ്റ്റ് ടേം 1 into d omega t. So integral of 1 into d omega t omega t. So first term in integral എഴുതി. Then next minus integral of cos 2 omega t. Okay, so integral of cos theta is equal to sin theta ആണ്. Okay, അപ്പോൾ ഇവിടെ എന്താണുള്ളത്? cos 2 omega t ആണ്. So integral of cos 2 omega t equal to എന്ത് എഴുതാം? sin 2 omega t. പക്ഷെ ഇവിടെ എന്താണ്? വേരിയബിൾ ഒമേഗ ടി ആണ് വേരിയബിൾ, ബട്ട് കോസ് ഇൻറ്റു 2 ഒമേഗ ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോസിന്റെ അകത്തൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ കണ്ടിട്ട് ആ ഡിഫറൻഷ്യൽ ഡിനോമിനേറ്ററിൽ എഴുതും. ഓക്കെ, സോ ഇവിടെ കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്. സോ കോസ് 2 ഒമേഗ ടി ഇന്റഗ്രൽ സൈൻ 2 ഒമേഗ ടി വരും. then ഇവിടെ 2 ഒമേഗ ടി ഉള്ളതുകൊണ്ട് 2 ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 2 ആണ്. സോ ഡിവൈഡഡ് ബൈ 2 എഴുതും. ഓക്കെ, സോ കോസ് 2 ഒമേഗ ടിയുടെ ഇന്റഗ്രൽ സൈൻ 2 ഒമേഗ ടി ബൈ 2. സോ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. now you have to apply upper limit and lower limit. Okay,
സോ ഹിയർ കോൺസ്റ്റന്റ് അതേപോലെ എടുത്തെഴുതി താഴേക്ക് Vm²/4π. then you have to apply upper limit. okay, so upper limit 2π ആണ്. സോ ആദ്യം എന്ത് ചെയ്യുക, ഒമേഗ ടിക്ക് 2π കൊടുക്കാം. സോ 2π മൈനസ് സൈൻ 2 ഇൻറ്റു ഒമേഗ ടി. 2π കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2π 4π/2 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, സോ ലോവർ ലിമിറ്റ് ഹിയർ 0 മൈനസ് സൈൻ 0/2. ഓക്കെ, ഇനി സൈൻ ഫംഗ്ഷന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സോ റൂട്ട് ഓഫ് Vm²/4π. then here you will get 2π ഇവിടെ ഉണ്ട്. then sin 4π വാല്യൂ sin 2π 4π 6π 8π 2πയുടെ ഏത് മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാലും sin theta വാല്യൂ ഈക്വൽ ടു 0. ഓക്കെ, സോ sin 2π ഹിയർ യു വിൽ ഗെറ്റ് 0. ഈ വാല്യൂ 0 ആണ്. സോ ഈ ടേം ക്യാൻസൽ ആവും. then again 0, then sin 0 വാല്യൂ ഓൾസോ 0. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് മൂന്ന് വാല്യൂസ് ഈക്വൽ ടു 0 ആണ്. then remaining term 2π. so root of Vm²/4π into 2π. ഓക്കെ, then 2π 4π ഇവിടെ 2 ക്യാൻസൽ ആവും. then അതുപോലെ പൈ ക്യാൻസൽ ആവും. then remaining term ഇവിടെ റൂട്ടിന്റെ അകത്ത് എന്ത് വരും, Vm²/2 വരും. ഓക്കെ, സോ ഇവിടെ പൈ ക്യാൻസൽ, then 2 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. സോ റൂട്ട് ഓഫ് Vm²/2. so root of Vm² means Vm, then divide by √2, Vm/√2. okay, so this is the RMS value of a sinusoidal waveform, Vm/√2. okay, so you have to remember the derivation and also you have to remember this equation, Vrms equal to Vm/√2. okay, that is in exam sometimes you will be asked for a 10 marks question. Derive the RMS value of sinusoidal waveform. Sometimes you will give the maximum value, then you have to find the RMS value. Find the RMS value of a sinusoidal waveform having maximum value 5 volt. അതായത് Vmന്റെ വാല്യൂ തന്നിട്ട് Vrms കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ Vmന്റെ സൈനുസോയിഡലിന്റെ മാക്സിമം വാല്യൂ 5 ആണ് തന്നിട്ട് RMS കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് സൈനുസോയിഡൽ വേവ് ഫോമിന്റെ RMS വാല്യൂന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Vrms ഈക്വൽ ടു Vm/√2 ആണെന്ന് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതുപോലെ ചില കേസിൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറയും. അപ്പൊ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഇക്വേഷൻ എഴുതി ആദ്യത്തെ ഡിറൈവ് ചെയ്ത് വരണം. ഓക്കെ, സോ അതുകൊണ്ട് ഡെറിവേഷനും അറിഞ്ഞിരിക്കണം. അതുപോലെ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇക്വേഷൻ ഓൾസോ, Vrms ഈക്വൽ ടു Vm/√2. ഓക്കെ, സോ RMS ഡെറിവേഷൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ആവറേജ് വാല്യൂ. ഓക്കെ, സോ RMS വാല്യൂ പറഞ്ഞു. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോമിന്റെ കേസിൽ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആവറേജ് വാല്യൂ. ഓക്കെ, സോ ആവറേജ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഇസ് ദാറ്റ് സ്റ്റഡി കറന്റ് which transfers same charge across any circuit that transferred by the alternating current during same time period. Okay, so RMS വാല്യൂൽ എന്തായിരുന്നു, അതായത് RMS ആണെങ്കിലും ആവറേജ് ആണെങ്കിലും AC ക്വാണ്ടിറ്റിൻ്റെയാണ് പറയുന്നത്. ഓക്കെ, സോ RMS value means it's an equivalent DC quantity which can transfer same amount of heat. ഓക്കെ, അതായത് ഒരു AC സർക്യൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു AC വോൾട്ടേജ് ഒരു സർക്യൂട്ടിന് അക്രോസ് ഒരു പെർട്ടിക്കുലർ ടൈം അപ്ലൈ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഹീറ്റ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സെയിം എമൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര DC വാല്യൂ അപ്ലൈ ചെയ്യണം. സോ അതായിരുന്നു RMS വാല്യൂ പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ACക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു DC വാല്യൂ ആണ് ഇവിടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിന് അക്രോസ് ഒരു AC ക്വാണ്ടിറ്റി AC കറണ്ട് പാസ് ചെയ്തു ഫോർ എ പെർട്ടിക്കുലർ ടൈം. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ AC ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജ്, സെയിം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് DC അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ആ DC ക്വാണ്ടിറ്റിക്കാണ് ആ ACന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആവറേജ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ACക്കാണ് ആവറേജ് വാല്യൂ പറയുന്നത്. ആവറേജ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് സ്റ്റഡി കറന്റ് ഓർ വോൾട്ടേജ് ആകാം. ഓക്കെ, ഈസ് ദാറ്റ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ which transfers same charge across any circuit that transferred by the alternating current during same time period. ഓക്കെ, ഒരു ഗിവൺ ടൈം പീരീഡിൽ AC ട്രാൻസ്ഫർ ചെയ്യുന്ന സെയിം എമൗണ്ട് ഓഫ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര DC
അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ അതിൻ്റെ ഒരു മെഷർമെന്റ് തരുന്നതാണ് എ സിയുടെ ആവറേജ്. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. RMS ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര DC വേണം, അതാണ് RMS പറയുന്നത്. സോ ആവറേജ് മീൻസ് ചാർജ് ട്രാൻസ്ഫർ. ഒരു സർക്യൂട്ടിൽ AC അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ AC അപ്ലൈ ചെയ്യുമ്പം എത്ര ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നു, സെയിം എമൗണ്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര DC അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ അതാണ് ആവറേജ് വാല്യൂ പറയുന്നത്. ഓക്കെ, സോ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 1/T integral 0 to T V of T dt. So you have to remember this equation also. Okay, so our average means 1/T integral 0 to T V of T dt, where T is the time period. Okay, RMSും ആവറേജും ഇക്വേഷൻ മാറിപ്പോവരുത്. ആവറേജ് V ആവറേജ് VAVG എന്ന് എഴുതിക്കും. ഓക്കെ, സോ V ആവറേജ് ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുക്കാം. V ആവറേജ് ഈക്വൽ ടു 1/T integral 0 to T V of T dt. ഓക്കെ, സോ ഇതാണ് ഒരു ഗിവൺ വേവ് ഫോമിന്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, 1/T integral 0 to T V of T dt. ഹിയർ T is the time period. ഓക്കെ, T ടൈം പീരീഡ്, V of T എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വേവ് ഫോം ആണോ തന്നിരിക്കുന്നത് ആ വേവ് ഫോമിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ V ആവറേജ് ഈക്വൽ ടു 1/T integral 0 to T V of T dt. ഓക്കെ, ഇനി ഒരു വേവ് ഫോം തന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ മീൻസ് എന്താണ്? അതായത് നിങ്ങൾ മാത്സിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഇങ്ങനെയൊരു വേവ് ഫോം നിങ്ങൾക്ക് തന്നു. ദെൻ ഇഫ് യു ഈ ഒരു കേർവിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷൻ എഴുതുക. ദെൻ ഫംഗ്ഷൻ ഈ വാല്യൂ മുതൽ 0 മുതൽ ഇത് എത്രയാണോ ഇതിന്റെ വാല്യൂ, ഇപ്പോൾ 3 ആണെങ്കിൽ ഇന്റഗ്രൽ 0 to 3 ഈ കേർവിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഏരിയ ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു കേർവിന്റെ മാത്സിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടാവും, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അതുപോലെ ആവറേജിന്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1/T integral 0 to T V of T dt. അപ്പൊ നിങ്ങൾക്ക് ഒരു സൈൻ വേവ് ഫോം ആണ് തരുന്നതെങ്കിൽ this may be the time period. Okay, here 0 and here time period T. Okay, then integral 0 to T, അതായത് ഈ ഇന്റഗ്രൽ മീൻസ് ഇന്റഗ്രൽ 0 to T V of T dt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ വേവ് ഫോമിന്റെ ഏരിയ ആണ്. ഓക്കെ, ഇന്റഗ്രൽ 0 to T V of T dt എടുക്കുകയാണെങ്കിൽ ഈ കേർവിന്റെ ഏരിയ, അതായത് ഇവിടെ പോസിറ്റീവ് സൈഡിലും ഏരിയ വരുന്നുണ്ട്, നെഗറ്റീവ് സൈഡിലും ഏരിയ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ടോട്ടൽ ഏരിയ ആണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ തരുന്നത്. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to T V of T dt ഏരിയ അണ്ടർ ദി കേർവ്. സോ യു ക്യാൻ റൈറ്റ് V ആവറേജ് ഈക്വൽ ടു എന്ത് എഴുതാം? ഈ ഇന്റഗ്രൽ 0 to T V of T dt പകരം ഏരിയ അണ്ടർ ദി കേർവ്. ഏത് കേർവ് ആണ്? ഇപ്പൊ സൈൻ കേർവ് ആണ് തന്നതെങ്കിൽ സൈൻ കേർവ്, അതല്ല ഇവിടെ ഒരു ട്രയാങ്കിൾ വേവ് ഫോം ആണ് തന്നതെങ്കിൽ അതിന്റെ ഏരിയ. ഓക്കെ, സോ ഏരിയ അണ്ടർ ദി കേർവ് ഡിവൈഡ് ബൈ ടി. ഓക്കെ, സോ V ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. V of Tന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ ഇക്വേഷൻ ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ സ്ക്വയർ വേവ് ഫോം ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ആ തന്നിരിക്കുന്ന കർവിന്റെ ഏരിയ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടേമിന് പകരം എന്ത് വരും? ഏരിയ വരും. ഓക്കെ, സോ ഏരിയ into 1/T. Okay, so one area under the curve divided by 1/T. So you can use these two equations to find the average value of an alternating quantity. Okay, so V average equal to 1/T integral 0 to T V of T dt. Okay, so that's average value in the general equation. Then integral 0 to T രണ്ട് equation എഴുതിയെടുക്കാം. Integral 0 to T V of T dt means area under the curve. So we can write V average equal to area under the curve divided by T. Okay, area under the curve divided by T. Okay, ഇനി ഈ സൈനസോയിഡൽ വേവിന്റെ കേസിൽ നോക്കുക. V average equal to 1/T integral 0 to T ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to T എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 to T/2 വരേക്കും പോസിറ്റീവ് സൈക്കിൾ വരും. ദെൻ T/2 to T വരേക്കും എന്ത് വരും? നെഗറ്റീവ് സൈക്കിൾ വരും.
Okay, so if you are calculating area 0 to t by 2, you will get positive area, and t by 2 to t you will get negative area. Clear? അതായത് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, then ഇവിടെ എന്താണ് നെഗറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പൊ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ പോസിറ്റീവ് ഏരിയ കിട്ടും, ഇവിടെ നെഗറ്റീവ് ഏരിയ കിട്ടും. ഓക്കെ, സോ ടോട്ടൽ ഏരിയ 0 ടു ടി വരേക്കും ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ എന്ത് വരും, ഏരിയ 0 ആവും. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് വി ആവറേജ് ഈക്വൽ ടു എന്ത് വരും, 0 ആണ് വരിക. ഓക്കെ, അതായത് ഇതുപോലെ ഒരു സിമെട്രിക്കൽ വേവ് ഫോം ആണെങ്കിൽ, സിമെട്രിക്കൽ വേവ് ഫോം മീൻസ് പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം സെയിം ആണ് വരുന്നതെങ്കിൽ അതിന്റെ കേസിൽ വൈൽ കാൽക്കുലേറ്റിംഗ് ആവറേജ് വാല്യൂ യു വിൽ ഗെറ്റ് 0. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ് ഏരിയ ഈക്വൽ ടു നെഗറ്റീവ് ഏരിയ ആയിട്ടാണ് വരിക. സോ അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സിമെട്രിക്കൽ വേവ് ഫോമിന്റെ കേസിൽ യു ഹാവ് ടു ടേക്ക് another equation. Instead of calculating V average for a time period, we have to calculate V average for half time period. ഓക്കെ, അപ്പൊ ഇതേ ഇക്വേഷനിൽ തന്നെ ടിക്ക് പകരം ടി ബൈ ടു വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് സിമെട്രിക്കൽ വേവ് ഫോം ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് സിമെട്രിക്കൽ വേവ് ഫോം ആണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഏരിയ വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ഏരിയ. സോ പോസിറ്റീവ് ഏരിയ നെഗറ്റീവ് ഏരിയക്ക് ഈക്വൽ ആയത് കാരണം ടോട്ടൽ ഏരിയ 0 വരും. സോ നമുക്ക് ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ആവറേജ് വാല്യൂ 0 ആയിട്ട് വരും. സോ ഒരു പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിട്ട് വി ആർ യൂസിങ് ദിസ് ഇക്വേഷൻ ഫോർ സിമെട്രിക്കൽ വേവ് ഫോം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനും ഓർത്തിരിക്കുക. ഇഫ് ദ ഗിവൺ വേവ് ഫോം ഈസ് സിമെട്രിക്കൽ വേവ് ഫോം യു ഹാവ് ടു ടേക്ക് ആവറേജ് ഫോർ ഹാഫ് ടൈം പീരീഡ്. ഓക്കെ, അതായത് നേരത്തെ അതേ ഇക്വേഷൻ തന്നെ അവിടെ ക്യാപിറ്റൽ ടി ടൈം പീരീഡ് ഉള്ള സ്ഥലത്ത് എന്ത് വരും, ടി ബൈ ടു വരും. ഈ ആവറേജ് ഈക്വൽ ടു 1 ബൈ ടി ബൈ ടു ഇന്റഗ്രൽ 0 ടു ടി ബൈ ടു വി ഓഫ് ടി ഡി ടി. ഓക്കെ, ഇത് സിമെട്രിക്കൽ വേവ് ഫോമിന്റെ കേസിൽ. അൺസിമെട്രിക്കൽ വേവ് ഫോം ആണെങ്കിൽ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ വരും. സിമെട്രിക്കൽ വേവ് ഫോം ആണെങ്കിലാണ് ഈ ഇക്വേഷൻ വരും. Okay, for symmetrical waveform the average value equal to 0 because positive half cycle area equal to negative half cycle area. Okay, അതായത് സൈൻ വേവിന്റെ കേസിൽ അങ്ങനെയാണ് വരിക. ഇവിടെ പോസിറ്റീവ് ഏരിയ എന്താണോ അത് തന്നെയാണ് നെഗറ്റീവ് ഏരിയ വരിക. ഓക്കെ, അതേസമയം ഇതുപോലെ സിമെട്രിക് അല്ലാത്തൊരു വേവ് ഫോം ആണ്, അതായത് ഇതുപോലെയാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് വിചാരിക്കാം. അത് ഇവിടെ ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഈസ് 2, പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് 2 ആണ്, ഹിയർ നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഈസ് 10. Okay, if this is the waveform you will get different area. Okay, so ഇവിടെ 2 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഏരിയയും നെഗറ്റീവ് ഏരിയയും ഈക്വൽ ആയിരിക്കില്ല, രണ്ടും ഡിഫറെന്റ് വാല്യൂസ് ആണ് വരിക. ഓക്കെ, അതേസമയം സൈൻ വേവ് ആണെങ്കിൽ എന്താ വരിക, പോസിറ്റീവിൽ 5 ആണെങ്കിൽ താഴെ നെഗറ്റീവ് സൈഡും 5 തന്നെ വരും. സോ ഈക്വൽ ഏരിയ ആവും. സോ ആവറേജ് ഒരു ടൈം പീരീഡ് എടുക്കുമ്പോൾ 0 വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഹാഫ് ടൈം പീരീഡിൽ എന്ത് ചെയ്യുന്നത്, ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. ഫോർ സിമെട്രിക്കൽ വേവ് ഫോം you have to take this equation for calculating average, and for unsymmetrical waveform you have to take this equation, that is 1 by t integral 0 to t v of t dt. Okay, so difference വരുന്നത് ഇവിടെ ടിക്ക് പകരം സിമെട്രിക്കൽ ആകുമ്പോൾ ടി ബൈ ടു വരും. കാരണം സിമെട്രിക്കൽ ആകുമ്പോൾ ഒരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് സൈൻ വേവ്. Find the average value of sine wave. Find the average value of sine wave. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. RMS ആൻഡ് ആവറേജ് വാല്യൂ ഒരേ ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദി RMS വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് എ സൈൻ വേവ് എന്ന് ചോദിക്കാം. ഓക്കെ, സോ ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് സൈൻ വേവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, first you have to draw a sine waveform. Okay, if sine waveform is given in the question you can use the same waveform with this magnitude, but if it's not given, just given find the average value of sine wave, you have to draw sine wave. Okay, so sine waveform varaka, then omega t 0 pi 2 pi, then you have to mark maximum value. Okay, so maximum value you can take it as Vm. Average value of sine wave. Okay,
സോ ഇനി ടൈം പീരീഡ് എഴുതാം. വാട്ട് ഈസ് ദ ടൈം പീരീഡ്? ക്യാപിറ്റൽ ടി ഈക്വൽ ടു ടൈം പീരീഡ് എന്താണ് സൈൻ വേവിന്റെ? Okay, 2 pi. Time period is 2 pi. Then you have to write the equation for sine wave. Okay, time period capital T equal to 2 pi. Then equation V of t equal to sine wave in equation again V of t equal to സൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? നമ്മൾ RMS വാല്യൂയിൽ എഴുതിയതില്ലേ സൈൻ വേവിന്റെ? V of t equal to Vm sin omega t. Vm sin omega t. So time period t എഴുതുക. Then you have to write V of t equal to Vm sin omega t. Okay. So ഇവിടെ എന്താണ്? Sine wave symmetrical waveform ആണ്. So if you are taking full cycle, അതായത് 0 to t വരെ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? This positive area is equal to negative area. So to find the average value of, in this case, you have to take this equation V average equal to 1 by t by 2 integral 0 to t by 2 V of t dt. ഓക്കെ, ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഏരിയ കിട്ടുക? ഏരിയ 0 വരും. പോസിറ്റീവ് ഏരിയ ഈക്വൽ ടു നെഗറ്റീവ് ഏരിയ വരും. സോ വി ആവറേജ് 0 ആയിരിക്കും. സോ ഇതിന്റെ കേസിൽ സിമെട്രിക്കൽ വേവ് ഫോം ആയതുകൊണ്ട് എന്തെടുക്കണം? ഇക്വേഷൻ ഹാഫ് സൈക്കിളിലാണ് ഇക്വേഷൻ എടുക്കുന്നത്. ഓക്കെ, സോ വി ആവറേജ് ഈക്വൽ ടു 1 by t by 2 ഇന്റഗ്രൽ 0 to t by 2 v of t dt. ഓക്കെ, so now you know the value of t equal to 2 pi and equation for v of t Vm sin omega t. Okay, so substitute for t and v of t. Substitute ചെയ്തിട്ട് എഴുതാം. V average equal to 1 by t ക്ക് പകരം 2 pi substitute ചെയ്യുക. V of t, in case of v of t you have to write Vm sin omega t. Okay, equation എഴുതാം. Then you will get equation like this. Okay, so t equal to 2 pi ആണ്. So 1 by എന്ത് വരും? 2 pi by 2. 2 cancel ആയി ഇവിടെ 1 by pi കിട്ടും. Then integral 0 to t 2 pi കൊടുത്തു കഴിഞ്ഞാൽ 2 pi by 2. 2 cancel ആയി 0 to pi v of t Vm sin omega t d omega t. Okay, so ഇവിടെ t വേരിയബിൾ ആണ്. സോ അതുകൊണ്ടാണ് dt വന്നത്. ഇവിടെ Vm sin omega t d omega t. Okay, now you have to integrate this function. Okay, so എങ്ങനെ integrate ചെയ്യാം? Here Vm is constant, so you can take Vm outside. Vm integrationന്റെ പുറത്തേക്ക് എടുക്കുക. So equation എന്ത് വരും? Vm by pi integral 0 to pi sin omega t d omega t. Okay, so integration നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. Vm constant ആണ്. So Vm constant പുറത്തേക്ക് എടുക്കുക. So Vm constant പുറത്തേക്ക് എടുത്താൽ you will get equation like this. Okay, Vm by pi integral 0 to pi sin omega t d omega t. Now, what is the integral of sin omega t? Sin function integral എന്താണ്? Cos. Cos ആണോ? പ്ലസ് കോസ് ആണോ മൈനസ് കോസ് ആണോ? Cos. മൈനസ് കോസ് ഒമേഗ ടി. ഓക്കെ, സൈനിന്റെ ഡിഫറൻഷ്യൽ ആണ് കോസ്. ദെൻ സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പൊ സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ എഴുതാം മൈനസ് കോസ് ഒമേഗ ടി. ദെൻ യു ഹാവ് ടു അപ്ലൈ ലിമിറ്റ്. ലിമിറ്റ് എന്താണ്? 0 to pi. ലോവർ ലിമിറ്റ് 0 ആൻഡ് അപ്പർ ലിമിറ്റ് pi. So Vm by pi minus cos omega t 0 to pi ലിമിറ്റ് വരും. ഓക്കെ, എന്ത് ചെയ്യുക? ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് Vm by pi കോൺസ്റ്റന്റ് മൈനസ് ഓഫ് കോസ് പൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? Vm by pi ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഒമേഗ ടിക്ക് പകരം ആദ്യം പൈ കൊടുക്കുക. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, സോ മൈനസ് ഓഫ് കോസ് പൈ മൈനസ് കോസ് 0. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തിട്ട് മൈനസ് Vm by pi എടുത്ത് അതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ,
സോ വി എം ബൈ പൈ ഇൻറ്റു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, വി എം ഡിവൈഡഡ് ബൈ പൈ in brackets minus of cos pi. Okay, minus of cos pi minus, അതായത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, മൈനസ് ഇനി ലോവർ ലിമിറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് കോസ് ലോവർ ലിമിറ്റ് എന്താണ് 0. ഓക്കെ, കോസ് 0. സോ ഇതാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വരും. ഓക്കെ, ഇനി വി എം ബൈ പൈ ഇവിടെ എന്താണ്, മൈനസ് കോസ് പൈ. കോസ് പൈന്റെ വാല്യൂ എന്താണ്, പൈ മീൻസ് 180 ഡിഗ്രി. ഓക്കെ, കോസ് പൈയുടെ വാല്യൂ മൈനസ് 180 ഡിഗ്രി, സോറി മൈനസ് 1. ഓക്കെ, കോസ് 180ന്റെ വാല്യൂ മൈനസ് 1 അല്ലേ, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് മൈനസ് 1 എന്താവും, പ്ലസ് 1 ആവും. then ഇവിടെ മൈനസ് മൈനസ് ഉണ്ട്, പ്ലസ് ആവും. ആൻഡ് കോസ് 0 ഈക്വൽ ടു 1. ഓക്കെ, സോ വി എം ബൈ പൈ ഇൻറ്റു 1 പ്ലസ് 1 വരും. that is 2 Vm by pi. Okay, so this is the average value of pure sinusoidal waveform. Okay, so RMS value and average value രണ്ടും ഓർത്തിരിക്കുക. RMS value of sinusoidal waveform Vm by root 2 and average value 2 Vm by pi. Okay, clear ആണല്ലോ average value? So next term, peak factor. Okay, so peak factor നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് alternating waveformന്റെ കേസിലാണ് peak factor. Okay, so peak factor of a waveform is the ratio of its peak value to RMS value. Okay, so peak factor ഒന്നുമില്ല, it's a ratio of two quantities V peak to V RMS. അപ്പോൾ നിങ്ങൾക്ക് sinusoidal waveform തരുവാണെങ്കിൽ find the peak factor of sinusoidal waveform means it's the ratio of peak value to RMS value. Peak value എന്താണ്, peak value നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. Peak value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സൈനുസോയിഡൽ വേവ് ഫോം എങ്കിൽ ഇതിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഏതർ യു ക്യാൻ ടേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇതിൽ എന്താണ് ഈ മാക്സിമം വാല്യൂ വരിക, ഇതാണ് വി എം. ഓക്കെ, സോ അതാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ആർ എം എസ് വാല്യൂ. അപ്പൊ ഇത് എഴുതി വെക്കണം, പീക്ക് ഫാക്ടർ. Peak factor of a waveform is the ratio of its peak value to RMS value. Okay, തന്നിരിക്കുന്ന waveformന്റെ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ആ waveformന്റെ RMS വാല്യൂ എന്താണോ അതാണ് അതിന്റെ ആ waveformന്റെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, the peak factor of a waveform is the ratio of its peak value to RMS value. So ഇനി സൈൻ waveform, പ്യുവർ സൈൻ waveformന്റെ കേസിൽ എന്താണ്, പീക്ക് വാല്യൂ മീൻസ് മാക്സിമം വാല്യൂ വി എം ആണെങ്കിൽ, ഓക്കെ, വി ക്യാൻ ടേക്ക് മാക്സിമം വാല്യൂ ആസ് വി എം ആൻഡ് ആർ എം എസ് വാല്യൂ എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്, ആർ എം എസ് വാല്യൂ വി എം ബൈ റൂട്ട് 2 ആയിരുന്നു. ഓക്കെ, വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആർ എം എസ് വാല്യൂ ആസ് വി എം ബൈ റൂട്ട് 2. സോ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, വി എം ക്യാൻസൽ ആവും. സോ 1 ബൈ റൂട്ട് 2 ന്യൂമറേറ്ററിലേക്ക് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ദി peak factor of pure sine waveform, that is root 2. And next term, peak factor പോലെ തന്നെ ഒരു term ആണ് form factor. So form factor of a waveform is the ratio of its RMS value to average value of an alternating waveform. Okay, form factor is the ratio of it's a ratio of RMS value to average value of an alternating waveform. So രണ്ടും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല, ഇത് ഓർത്തിരിക്കുക. പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് പീക്ക് വാല്യൂ ആണ്. ഓക്കെ, സോ പീക്ക് ഫാക്ടർ രണ്ടിലും ആർ എം എസ് എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ആർ എം എസ് രണ്ടിലും വരുന്നുണ്ട്, പീക്ക് ഫാക്ടറിന്റെ കേസിലും ഫോം ഫാക്ടറിന്റെ കേസിലും ആർ എം എസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പം ഏതാണോ ടേം പീക്ക് അല്ലേ വരുന്നത്, പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പം അതിന്റെ ന്യൂമറേറ്ററിലാണ് എപ്പോഴും വി പീക്ക് വരിക, ഡിനോമിനേറ്ററിലാണ് ആർ എം എസ് വാല്യൂ. ഓക്കെ, then in form factor means RMS by average. ഇതിങ്ങനെ ഓർത്താൽ മതി, ഫോം എന്ന് വരുമ്പോൾ RM അല്ലേ, ന്യൂമറേറ്ററിൽ RMS വാല്യൂ വരും, ഡിനോമിനേറ്ററിൽ ആവറേജ് വാല്യൂ. ഓക്കെ,
So form factor is the ratio of RMS value to average value. So sine waveformന്റെ കേസിൽ എന്താണ് ഫോം ഫാക്ടർ FF എന്ന് ഡിനോട്ട് ചെയ്തത് ഫോം ഫാക്ടർ ആണ്. ഫോർ സൈൻ വേവ് ഫോം ഫാക്ടർ എന്ത് വരും RMS വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. സൈൻ വേവിന്റെ കേസിൽ എന്താ കിട്ടിയ RMS വാല്യൂ ഈക്വൽ ടു Vm/√2 ആണ്. ഓക്കെ, and average value also we have calculated, average equal to 2Vm/pi ആണ്. ഓക്കെ, സോ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കുക, Vm ക്യാൻസൽ ആവും, ഈ വാല്യൂ എത്രയാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1.11 ആണ് വാല്യൂ കിട്ടുക. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പീക്ക് ഫാക്ടർ ആൻഡ് ഫോം ഫാക്ടർ. ക്ലിയർ ആണല്ലോ? പീക്ക് ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS value and form factor is the ratio of RMS value to average value. Okay, clear alle form factor and peak factor? Okay, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Attendance 1 2 3 4 5 6 6 7 8 9 10 11 12 13 14 15 16 17 18 19